Hello everyone. Welcome to Dhanam Smart Savings and Investment Solutions Eye-Opener video for Fundamental and Basic Studies. ഷെയർ മാർക്കറ്റിലെ ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇൻഡെപ്ത് പോകുന്നതിന് മുമ്പ് നമുക്ക് വീഡിയോയുടെ ഓവറോൾ എങ്ങനെയാണ് നമ്മളുടെ ഒരു ഇന്ത്യൻ ഷെയർ മാർക്കറ്റിന്റെ അനാലിസിസ് നമ്മൾ ചെയ്യുന്നത് അത് മനസ്സിലാക്കാം. സ്റ്റോക്ക് അനാലിസിസ് ചെയ്യുമ്പോൾ രണ്ട് തരത്തിലാണ് നമ്മൾ അനാലിസിസ് ചെയ്യാറ്. ഫണ്ടമെന്റൽ അനാലിസിസ് അല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ്. എന്താണ് ഫണ്ടമെന്റൽ അനാലിസിസ്, എന്താണ് ടെക്നിക്കൽ അനാലിസിസ്, മൈക്രോ എക്കണോമിക് ആൻഡ് മാക്രോ എക്കണോമിക് അനാലിസിസ് എങ്ങനെയാണ് ഫണ്ടമെന്റൽ ചെയ്യുന്നത്, അത് അത്ര ഡീപ്പായിട്ട് നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസിൽ പോകുന്നില്ല. നമ്മൾ ടെക്നിക്കൽ അനാലിസിസിലേക്കാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ടെക്നിക്കൽ അനാലിസിസിലെ പ്രൈസ് ആക്ഷൻ അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാറുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് നമ്മൾ സ്റ്റോക്ക് അനാലിസിസിൽ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, വോളിയം സപ്പോർട്ടുകളൊക്കെ എങ്ങനെയാണ് വരുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരു ബേസിക് കൺസെപ്റ്റ് ആണ് നമ്മൾ ഇതിനകത്തൂടെ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോ എന്താണ് ഫണ്ടമെന്റൽ അനാലിസിസും അതുപോലെ തന്നെ ടെക്നിക്കൽ അനാലിസിസും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ്. അപ്പൊ ഇതിനകത്ത് ഫണ്ടമെന്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും തമ്മിലുള്ള ഡിഫറൻസ് നമ്മളൊന്ന് പറഞ്ഞു പോവുകയാണ്. ആദ്യം തന്നെ എക്കണോമിക് ഡേറ്റയുടെ ചാഞ്ചാട്ടങ്ങളും കൂടി കൺസിഡർ ചെയ്താണ് ഫണ്ടമെന്റൽ അനാലിസിസ് നമ്മൾ ചെയ്യാറ്. ആ പർട്ടിക്കുലർ കമ്പനിയുടെ ഒരുപാട് വേരിയബിൾസ് നമ്മൾ അവരുടെ ഒരു വർഷത്തെ പെർഫോമൻസ്, അതുപോലെ അവരുടെ ഏത് ഏരിയയിലാണ് അവർ വർക്ക് ചെയ്യുന്നത്, അവരുടെ ഡൊമൈൻ എന്താണ്, വേരിയസ് എക്കണോമിക് ഡേറ്റ അനലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സാധാരണയായിട്ട് ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്യുന്നത്. ഇലക്ഷൻ, ബഡ്ജറ്റ്, അതുപോലെയൊക്കെയുള്ള ഒരുപാട് ഫാക്ടേഴ്സും കൺസിഡേർഡ് ആണ്. ലോങ് ടേം ട്രേഡേഴ്സ് ആണ് സാധാരണയായിട്ട് ഫണ്ടമെന്റൽ അനാലിസിസ് നോക്കാറ്. ഇൻഫ്ലേഷൻ, ട്രേഡ് ബാലൻസ്, GDP, ഗ്രോത്ത് ഇൻ ജോബ്, സെൻട്രൽ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ്, അതുപോലെ ലോങ് ടേം പെർസ്പെക്ടീവിൽ നമ്മൾ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ടെക്നിക്കൽ അനാലിസിസിലേക്ക് നമുക്ക് പോകാം. ടെക്നിക്കൽ അനാലിസിസിൽ പ്രീവിയസ് പ്രൈസ് വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുന്നത്. അപ്പൊ ടെക്നിക്കൽ അനാലിസിസിന്റെ വേരിയസ് കൺസെപ്റ്റ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. പ്രൈസ് ആക്ഷൻ ചാർട്ടുകൾ നമ്മൾ റെഫർ ചെയ്യും. ആക്ച്വൽ ന്യൂസ് ആൻഡ് എക്സ്പെക്ടഡ് ന്യൂസ് ആർ കമ്പയർ. സ്കാൽപ്പേഴ്സ് അല്ലെങ്കിൽ ഷോർട്ട് ടേം ട്രേഡേഴ്സ് ആണ് ഇത് യൂസ് ചെയ്യാറുള്ളത്. കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ RSI, സ്റ്റോക്കാസ്റ്റിക്, അതുപോലെയൊക്കെയുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ടെക്നിക്കൽ അനാലിസിസ് ചെയ്യാറ്. സപ്ലൈ ആൻഡ് ഡിമാൻഡ്, ട്രെൻഡ് ലൈൻ, സപ്പോർട്ട്, റെസിസ്റ്റൻസ് ലെവൽ, ഇതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന കൺസെപ്റ്റ്. അപ്പോൾ ടെക്നിക്കൽ അനാലിസിസിൽ നമ്മൾ കണ്ടുവരുന്ന ഇൻഡിക്കേറ്റേഴ്സ് സാധാരണയായി രണ്ട് ടൈപ്പിലുണ്ട്. ലാഗിംഗ് ഇൻഡിക്കേറ്റേഴ്സും ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സും. ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ഏരിയയിൽ വെച്ച് പ്രൈസിന് ഒരു മൂവ്മെന്റ് എയ്തർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്, ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് മുകളിലേക്ക് പോകാം അല്ലെങ്കിൽ താഴേക്ക് വരാം, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രെഡിക്ഷൻ നമുക്ക് നേരത്തെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ് ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ്. അതുപോലെ ലാഗിംഗ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൈസ് മൂവ് ചെയ്തതിന് ശേഷം ആ ഒരു പ്രൈസ് മൂവ്മെന്റ് എങ്ങനെയായിരുന്നു, ബേസ്ഡ് ഓൺ വാട്ട്, എന്ത് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട്, ആ ഒരു കൺസെപ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലാഗിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള ലാഗിംഗ് ഇൻഡിക്കേറ്റേഴ്സിന്റെ പെർഫോമൻസ് നോക്കിയിട്ട് നമുക്കൊരിക്കലും ട്രേഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു പ്രൈസ് മൂവ്മെന്റിനെ നമുക്ക് കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് ഫ്യൂച്ചറിൽ നമുക്ക് ആ രീതിയിലുള്ള ട്രേഡ് വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ലാഗിംഗ് ഇൻഡിക്കേറ്റേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ലാഗിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ബേസിക്കലി നമുക്ക് ആഫ്റ്റർ ദ ഇൻസിഡന്റ് ആയിരിക്കും. അതുപോലെ തന്നെ ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ബിഫോർ ദ ഇൻസിഡന്റ് തന്നെ നമുക്ക് ആ ഒരു പ്രഡിക്ഷൻ ഇവിടെ കിട്ടും. ഈ ഒരു ലാഗിങ്ങും ലീഡിങ്ങും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമുക്ക് ഈ ഒരു ഗ്രാഫിൽ കാണാൻ പറ്റും. ആ ഒരു ഡിഫറൻസ് എപ്പോഴും നമുക്ക് ടെക്നിക്കൽ അനാലിസിസിൽ ഉണ്ടാവും. ലാഗിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുമ്പോൾ ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ് അഡ്വാൻസ് ആയിട്ട് നമുക്ക് പ്രൈസ് മൂവ്മെന്റിനെ ഡിഫൈൻ ചെയ്തു തരും. അപ്പൊ എനിവേ നമ്മളുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമുക്ക് വരാം. നമ്മളിവിടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്നുള്ളത് ഒരു ലീഡിംഗ് ഇൻഡിക്കേറ്റർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. വരാൻ പോകുന്ന പ്രൈസ് ചേഞ്ച്, ആ ഒരു പർട്ടിക്കുലർ പ്രൈസിലുള്ള പ്രൈസ് മൂവ്മെന്റിനെ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഉപയോഗിക്കുന്നത്. സ്റ്റോക്കിന്റെ വില കുറയുന്നത് തടയാൻ ഒരു ഡിമാൻഡ് ശക്തമാകുന്ന ഒരു ഏരിയയാണ് സപ്പോർട്ട്. ഫോർ എക്സാമ്പിൾ 500 രൂപയുള്ള ഒരു സ്റ്റോക്ക് 400 രൂപ എത്തുമ്പോൾ അവിടെ ഒരു സ്ട്രോങ് സപ്പോർട്ട് നമുക്ക് കാണാൻ പറ്റും. 400 രൂപ വന്നു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും ഓക്കെ ഇനി താഴോട്ട് പോകില്ല, ഇവിടെ നിന്ന് നമുക്ക് വാങ്ങാൻ പറ്റും. ആ ഒരു ഏരിയയാണ് സപ്പോർട്ട് സോൺ. ബയേഴ്സ് ഉണ്ടാവും, അവിടെ ബയേഴ്സ് ഉണ്ടാവും. ആ ഒരു പ്രൈസിൽ എത്തിക്കഴിഞ്ഞാൽ വാങ്ങാൻ ഒരുപാട് പേരുണ്ടാവും. ആ ഒരു ഏരിയയാണ് സപ്പോർട്ട് സോൺ. അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ പ്രൈസിൽ എത്തിക്കഴിഞ്ഞാൽ ഇപ്പൊ 400 രൂപയ്ക്ക് വാങ്ങിയ ആ ഒരു സ്റ്റോക്ക് 500 രൂപ എത്തുമ്പോൾ എല്ലാവരും വിൽക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. ആ ഒരു ഏരിയയാണ് റെസിസ്റ്റൻസ് സോൺ. അപ്പം ഈ ഒരു റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് സോണുകൾ നമുക്ക് ചാർട്ടിൽ മാർക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ചാർട്ടിൽ ഇതുപോലെ സപ്പോർട്ട് റെസിസ്റ്റൻസ് സോണുകൾ നമ്മൾ മാർക്ക് ചെയ്ത് നമുക്ക് ട്രേഡുകൾ ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിലുള്ള ട്രേഡിങ്ങിനുള്ള അനാലിസിസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത്.
സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സാധാരണ ഒരു പ്രൈസ് മൂവ്മെന്റ് ഇതാ ഇങ്ങനെ താഴെ നിന്ന് മുകളിലേക്ക് പോയി ഇവിടെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വന്ന് റിജക്ട് ചെയ്ത് താഴോട്ട് വന്നു, വീണ്ടും താഴെ നിന്ന് വീണ്ടും മുകളിലേക്ക് പോയി, ആ സെയിം ഏരിയയിൽ തന്നെ വീണ്ടും റിജക്ട് ചെയ്യുന്നു, താഴെ നിന്ന് വീണ്ടും അതേ ഏരിയയിൽ തന്നെ റിജക്ട് ചെയ്ത് മുകളിലേക്ക് പോകുന്നു. അപ്പം ഈ ഒരു ഏരിയകൾ ഇപ്പം മുകളിൽ നിന്ന് താഴേക്ക് വന്നിട്ട് ആ റിജക്ട് ചെയ്യുന്ന ഏരിയയും താഴെ നിന്ന് മുകളിലേക്ക് വന്നിട്ട് റിജക്ട് ചെയ്യുന്ന ഏരിയയും എപ്പോഴും സെയിം ആണ്. അപ്പൊ ഇതിലെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുമ്പോൾ മുകളിലും അതുപോലെ തന്നെ താഴെ നമുക്ക് ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. അപ്പൊ മുകളിലുള്ള ഈ ഒരു ലൈനാണ് റെസിസ്റ്റൻസ് സോൺ, അതിന്റെ മുകളിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ താഴെയുള്ള ഈ ഒരു ലൈനാണ് സപ്പോർട്ട് സോൺ, അതിന് താഴേക്ക് പ്രൈസ് മൂവ് ചെയ്യാനുള്ള സാധ്യതയും കുറവാണ്. അപ്പൊ ഇതിനപ്പുറത്തേക്ക് ഒരു പ്രൈസ് മൂവ്മെന്റ് ഉണ്ടാകണമെങ്കിൽ ഇതിനപ്പുറത്തേക്കുള്ള ഒരു പ്രൈസ് മൂവ്മെന്റിനെയാണ് ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് സോണിൽ സെല്ലേഴ്സ് ആണ് ഉണ്ടാവുക, സപ്പോർട്ട് സോണിൽ ബയ്യേഴ്സ് ആണ് ഉണ്ടാവുക. താഴെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബയ്യേഴ്സ് വാങ്ങും, പ്രൈസ് മുകളിലേക്ക് പോകും. ഇപ്പൊ ഏതാണ്ട് നമുക്കൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയകൾ നമ്മൾക്ക് ഏതാണ്ട് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. അപ്പൊ ഇനി നമുക്ക് ആ ഒരു മാർക്കിംഗ് ഒരു ചാർട്ടുകളിൽ എങ്ങനെയാണ് നമ്മളത് മാർക്ക് ചെയ്ത് വരിക എന്നുള്ളത് നമുക്ക് ഇവിടെ ഏതാണ്ട് മനസ്സിലാക്കാൻ പറ്റും. പലപ്പോഴും ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയി മാറാറുണ്ട്. ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയി മാറുന്നത് എപ്പോഴാണ്? ഒരു പ്രൈസ് താഴെ വന്ന് ആ ഒരു സപ്പോർട്ട് സോണിൽ വന്ന് അവിടുന്ന് റിജക്റ്റ് ആയി മുകളിലേക്ക് പോകുന്നുള്ള നമ്മുടെ കൺസെപ്റ്റ് ഉണ്ട്. ആ ഒരു സപ്പോർട്ട് തകർന്ന് അതിന് താഴേക്ക് പ്രൈസ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിന്ന് മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മുമ്പുണ്ടായിരുന്ന നമ്മളുടെ ഈ ഒരു സപ്പോർട്ട് സോൺ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതിന് മുകളിലേക്ക് പോകണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പം എല്ലാവരും ആ ഒരു ഏരിയയിൽ ഒരു മാക്സിമം സെല്ലേഴ്സിനെ എക്സ്പെക്ട് ചെയ്യും. താഴെ നിന്ന് വാങ്ങുന്നവര് മുകളിൽ വിൽക്കും. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഏരിയയെ നമ്മളെപ്പോഴും റെസിസ്റ്റൻസ് സോൺ ആയിട്ടും കൺസിഡർ ചെയ്യും. സപ്പോർട്ട് സോൺ റെസിസ്റ്റൻസ് ആവും, റെസിസ്റ്റൻസ് സപ്പോർട്ട് ആവും. അത് തിരിച്ച് മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ റെസിസ്റ്റൻസ് ഏരിയ കട്ട് ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് വരാനുള്ള സാധ്യത കുറവാണ്. ആ വരുന്ന ആ ഒരു ഏരിയയാണ് നമ്മൾ സപ്പോർട്ട് സോൺ ആയിട്ട് പിന്നീട് കണക്കാക്കുക. അപ്പൊ അതിനുള്ള ചില ചാർട്ടുകളിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. സപ്പോർട്ട് സോണുകളിൽ നിന്നും മുകളിലേക്ക് പോയതിനു ശേഷം പിന്നീട് അത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിരിക്കുന്ന പല ചാർട്ടുകളും നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ഞാൻ ഈ സപ്പോർട്ടും റെസിസ്റ്റൻസും ഡിഫറന്റ് ഏരിയയിൽ എപ്പോഴാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് വന്നിട്ടുള്ളത് എന്ന് കാണാൻ പറ്റും. ബ്രേക്ക്ഔട്ട്, വോളിയം ബ്രേക്ക്ഔട്ട് എന്നുള്ള ഒരു കൺസെപ്റ്റും കൂടെ നമ്മൾ ഇതിന്റെ അകത്ത് പറയുന്നുണ്ട്. ഒരു ബ്രേക്ക്ഔട്ട് സാധാരണഗതിയിൽ ഈ ഒരു ഏരിയ ബ്രേക്ക്ഔട്ട് ചെയ്തു പോകും. അതുകൂടാതെ വോളിയത്തിൽ ശക്തമായ വോളിയം ഇൻക്രീസ് ഉണ്ടായി കഴിയുമ്പോൾ വോളിയം ബ്രേക്ക്ഔട്ട് എന്ന് പറയും. ആ ഒരു വോളിയം ബ്രേക്ക്ഔട്ട് പ്രൈസ് ബ്രേക്ക്ഔട്ടിന് കൂടെ കാരണമാകാറുണ്ട്. അൾട്ടിമേറ്റ്ലി ഇത് മ്യൂച്വലി കണക്റ്റഡ് ആണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു റെസിസ്റ്റൻസ് ഏരിയ കട്ട് ചെയ്ത് മുകളിലേക്ക് പോയതിനു ശേഷം ഇവിടെ മാർക്ക് ചെയ്തതിന് മുകളിലേക്ക് പോയതിനു ശേഷം പിന്നീട് അതേ ലൈനിൽ തന്നെ നമുക്ക് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും? അപ്പോൾ ഈ ഒരു ഏരിയ കൃത്യമായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു താഴെ ലെവലിലെത്തുമ്പോൾ നമ്മൾ ഒരു സപ്പോർട്ട് സോണിലെത്തുമ്പോൾ ബൈ ചെയ്യും, റെസിസ്റ്റൻസ് സോണിലെത്തുമ്പോൾ സെല്ല് ചെയ്യുകയും ചെയ്താൽ തീർച്ചയായും നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ബ്രേക്ക്ഔട്ടുകൾ, അത് സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരുമ്പോഴും റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുമ്പോഴും ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ആ ഏരിയ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോൺ കൃത്യമായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അതിനുശേഷമുള്ള ഒരു പ്രൈസ് മൂവ്മെന്റ് ഹെവി പ്രൈസ് മൂവ്മെന്റ് ആയിരിക്കും. നല്ല രീതിയിലുള്ള ട്രേഡുകൾ എടുക്കാൻ വേണ്ടിയിട്ട് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോണുകൾ വളരെ ഉപകാരപ്രദമാകും. പല റെസിസ്റ്റൻസ് സോണുകളിൽ എങ്ങനെയാണ് റിജക്ഷൻ ഉണ്ടായിട്ടുള്ളത്, എങ്ങനെയാണ് സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നത്, ഞാനൊരു 2-3 എക്സാമ്പിൾസ് ഇതിന്റെ ആസ് ആൻ അപ്പൻഡിക്സ് ഞാനിവിടെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത് ജസ്റ്റ് നോക്കാം. ഇത്രയുമാണ് നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്നുള്ള ഒരു ബേസിക് കൺസെപ്റ്റിനെ പറ്റി പറയാൻ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. അപ്പോൾ എനിവേ വീഡിയോ കണ്ടതിൽ സന്തോഷം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് നമ്മൾ ഇതിന്റെ പുറകെ തന്നെ ഫണ്ടമെന്റൽ അനാലിസിസിന്റെ ഒരുപാട് വീഡിയോകൾ, അതുപോലെ തന്നെ ടെക്നിക്കൽ അനാലിസിസിന്റെ ഒരുപാട് വീഡിയോകൾ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോകൾ കാണുക, നമ്മളെ ചെറിയ കമന്റുകൾ എഴുതി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.